കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിന്റെ വീട്ടിൽ റെയ്ഡ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജിന്റെ വീട്ടിലാണ് പരിശോധന. GST ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. അതേസമയം റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ പൂട്ടിയിടുകയും ചെയ്തു. രാജ്കുമാർ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. രാജ്കുമാർ, വിശദമായ റിപ്പോർട്ട് എങ്ങനെയാണ്? ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. 6 കേന്ദ്രങ്ങളിൽ ആണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. കോട്ടയം GSTയുടെ കോട്ടയം ഇന്റലിജൻസ് ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ പരിശോധനയ്ക്ക് എത്തിയ സംഘത്തെ ഈ വീടിനുള്ളിൽ അടച്ചിടുകയും പിന്നീട് പുറത്തിറങ്ങി ഇവർ കാറിൽ പോകാനിരിക്കെ അത് തടയുകയും ചെയ്തു. ഇതിനിടെ ഈ കോട്ടയത്തുള്ള ഇന്റലിജൻസ് ഓഫീസർ അവരിതിന്റെ രജിസ്റ്റർ അവിടുന്ന് റിക്കവർ ചെയ്തിരുന്നു. ആ രജിസ്റ്റർ ഇവരിൽ നിന്ന് ഈ അനു താജ് തട്ടിപ്പറിച്ചത് മാത്രമല്ല, അതിനെ തടയാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കൈപിടിച്ച് തിരിച്ചു എന്നാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതനുസരിച്ചുള്ള ക്രിമിനൽ നടപടി ചട്ടം പ്രകാരമുള്ള കേസ് കൂടി എടുക്കണമെന്നാണ് GST പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം അതും ഉണ്ടാകും. മാത്രമല്ല, ഇതിൽ നികുതി വെട്ടിപ്പ് നടന്നു എന്നാണ് GST പറയുന്നത്. അതായത് ഇതിൽ ഇങ്ങനെ ഇവിടെ കയറാനുള്ള ഒരു കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അനു താജ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കർട്ടനും മറ്റ് ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്ന് ഇന്റീരിയർ ഡെക്കറേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനമാണ്. ഇതില് GSTക്ക് സമർപ്പിച്ച രേഖകളിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട രേഖയും അതേസമയം ഇറക്കുമതി ചെയ്യുന്ന വിവരങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ 1 മാസമായി ഇവരുടെ വ്യാപാരവും മറ്റും രഹസ്യമായി നിരീക്ഷിച്ച ശേഷമാണ് ഇന്ന് ഈ GST ടീം ഇവിടെ പരിശോധനയ്ക്ക് കയറിയതും. രാജ്കുമാർ, എന്തായാലും പ്രാഥമികമായി തന്നെ നികുതി വെട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പരിശോധനയ്ക്കായി എത്തിയ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണോ, അതോ അദ്ദേഹം മാത്രമായിരുന്നു? അതെങ്ങനെയായിരുന്നു? അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതൊരു വലിയ സംഘം ചേർന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. സംഘം ചേർന്ന് ഇവരെ തടയാനാണ് ശ്രമിച്ചത്. സാധാരണഗതിയിൽ GST ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞാൽ അതിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായും ഇത് സഹകരിച്ചു പോകാനാണ് സാധാരണ വ്യാപാരികൾ ചെയ്യുന്നത്. വ്യാപാരികൾ എപ്പോഴും GSTക്കാർ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് വിൽപ്പന നടക്കുന്ന സമയത്ത് വന്ന് ഞങ്ങളെ ശല്യം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഇത് അങ്ങനെ ഒരു സ്ഥാപനമല്ല. ഇതിന്റെ മൊത്ത വിതരണ കേന്ദ്രം കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം സഹകരിക്കുന്നതിന് പകരം നിസ്സഹരിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ അക്ഷിത സൂചിപ്പിച്ചതുപോലെ ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കാനും കയ്യേറ്റം ചെയ്യാനും നിയമം കയ്യിലെടുക്കാനുമാണ് ശ്രമിച്ചത്. ഈ രജിസ്റ്റർ തട്ടിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് ഇവരെ പോലീസ് എത്തിയാണ് ഇവരെ ഈ രംഗമെല്ലാം ശാന്തമാക്കുന്നതും ഇവരെ മോചിപ്പിക്കുന്നതും സുരക്ഷ ഒരുക്കുന്നതും. ഇതിപ്പോ ഈ GST ഉദ്യോഗസ്ഥർ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജിന്റെ വീട്ടിൽ രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പരിശോധനയ്ക്കായി എത്തിയ GST ഉദ്യോഗസ്ഥരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു രാജ്കുമാർ കൊല്ലത്തു നിന്നും.